സമീപകാലത്ത് സംസ്ഥാന സർക്കാരിനെ ഏറ്റവും പ്രതിരോധത്തിലാക്കിയ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരമായിരുന്നു. ഓണറേറിയം വർധന, വിരമിക്കലാനുകൂല്യം, പെൻഷൻ നൽകുക തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവരുടെ സമരം. ഇന്നേക്ക് ഒരു കൊല്ലം മുമ്പായിരുന്നു ആശമാർ സമരം പ്രഖ്യാപിച്ചത്. കല്ല് തോൽക്കും മനസ്സുമായി ആർദ്രതയില്ലാത്ത കണ്ണുമായി അധികാരത്തിൽ കയറിയിരിക്കും മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യം സെക്രട്ടേറിയറ്റ് പരിസരമാകെ അലയടിച്ചു. രാപ്പകൽ സമരം, നിരാഹാരം, സെക്രട്ടേറിയറ്റ് നിയമസഭാ മാർച്ച്, മുടിമുറിക്കൽ സമരം. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വരെ പ്രതിഷേധക്കാരെത്തിയ സമയം. സ്വന്തം ജീവൻ പോലും ബലികഴിച്ച രക്തസാക്ഷികൾ ഇതുവരെ സമരം ചെയ്തു പരിചയമില്ലാത്ത സ്ത്രീകൾ സർക്കാരിനെതിരെ പ്രതിഷേധ കാഹളം മുഴക്കി. ഓണവും വിഷുവുമെല്ലാം സമരപ്പന്തലിൽ ഒന്നിച്ചാഘോഷിച്ചു. പ്രതിഷേധ പൊങ്കാല കലങ്ങളൊരുക്കി. പ്രതിപക്ഷത്തിന്റെ കൊട്ടേഷൻ, പാട്ടപ്പിരിവുകാർ എന്നിങ്ങനെ സമരക്കാർ അധിക്ഷേപങ്ങളേറെ കേട്ടു. സർക്കാരുമായി നടത്തിയ നിരന്തര ചർച്ചകൾ പരാജയപ്പെട്ടു. പിന്നീട് 266 ദിവസങ്ങൾക്ക് ശേഷം ഓണറേറിയം വർദ്ധിപ്പിക്കാമെന്ന ഉറപ്പിന്മേൽ സമരത്തിന് തിരശ്ശീല വീണു. ഇത്രയും തീഷ്ണമായ പ്രതിസന്ധികളെ നേരിട്ടിട്ടും, അത് കാലാവസ്ഥയുടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് ആ സമരത്തിൽ അടിയുറച്ച് നിൽക്കാൻ കഴിഞ്ഞു. ഉയർത്തിയ ഡിമാൻഡുകൾ ഒട്ടൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഈ സ്ത്രീ തൊഴിലാളികളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഈ സമരത്തിലൂടെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിഞ്ഞു. പൊതുസമൂഹം എങ്ങനെയാണ് ഒരു തൊഴിലാളി സമരം നടക്കേണ്ടുന്നത് എന്ന് പൊതുസമൂഹത്തിനും മറ്റു തൊഴിൽ വിഭാഗങ്ങൾക്കും കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ളത് വളരെ അഭിമാനകരമാണ്. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കലാനുകൂല്യം, പെൻഷൻ എന്നിവ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ പൂർണ്ണമായും പരിഗണിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് അന്നും ഇന്നും സമരക്കാർ. 2,000 രൂപ ഓണറേറിയം സംസ്ഥാന സർക്കാരിന് വർദ്ധിപ്പിക്കേണ്ടി വന്നതു മുതൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച ഇൻസെന്റീവും ചികിത്സാനുകൂല്യവും വരെ സമരം കൊണ്ടുള്ള നേട്ടങ്ങളായി ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട്. സർക്കാർ ഒരു കാലത്തും അംഗീകരിക്കില്ലെങ്കിലും ആശാസമരം ഒരു പാഠമായിരുന്നു. ഈ സ്ത്രീകളെ ഇത്രകാലം തെരുവിലിരുത്തേണ്ടിയിരുന്നോ എന്ന ചോദ്യം ആവർത്തിക്കപ്പെടുമെന്നതിലും സംശയമില്ല. ഇനി ഇങ്ങനൊരു സമരമുണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ കഴിഞ്ഞുപോയ ദിവസങ്ങൾ ഐതിഹാസികമായിരുന്നു. മുൻപും ശേഷവുമെന്ന് അടയാളപ്പെടുത്താതെ വയ്യ. മേഘ്ന മുരളി, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.